വാഴക്കൃഷിക്കാരനായ ബാലകൃഷ്ണനെ പരിചയപ്പെടുന്നതിനെയും കൃഷിയെപ്പറ്റി അറിയുന്നതിനെയുമാണ്. ബാലകൃഷ്ണനെ ഞാൻ ഈ വാഴക്കൃഷി ഏകദേശം ഒരു 34 വർഷത്തോളമായി വാഴക്കൃഷി ചെയ്യുന്നു. കൃഷി തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്? ഈ വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ മാർഗം കൂടിയാണ്, നമ്മുടെ ജീവിത മാർഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ വാഴക്കൃഷി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. വാഴ കുലക്കുന്നത് എന്തെല്ലാം തരം പരിപാലനങ്ങളും വളങ്ങളും നൽകണം? ഒരു വാഴ നടുമ്പോൾ 10 മാസമാണ് അത് കുലക്കാൻ വേണ്ടത്. വളങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ കൃഷിക്കാരൻ ചെയ്യുന്നത് ഓരോ മാസവും വളമിടുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 6-7 വളമെങ്കിലും നമുക്ക് ഇടേണ്ടി വരും. അതിൽ ഈ രാസവളം എന്ന നിലയിൽ 2-3 പ്രാവശ്യവും 4 പ്രാവശ്യമെങ്കിലും, ജൈവവളം എന്നതിൽ 2 തവണയെങ്കിലും നമുക്ക് ഈ വാഴക്ക് നൽകേണ്ടി വരും. അതുപോലെ തന്നെ ജലസേചനം ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 1 വീതം തന്നെ വാഴക്ക് എല്ലാ ആഴ്ചയും വേണ്ടി വരും. അതുപോലെ തന്നെ പരിപാലനം എന്ന് പറഞ്ഞാൽ വാഴ ഏറ്റവും കൊലച്ചതിന് ശേഷമാണ് കൊലക്കുമ്പാണ് അതിനെ ശരിക്കും പരിപാലിക്കുന്നത്. അതിനെ ഊന്ന് കൊടുക്കണം, അത് നല്ല രീതിയിൽ കെട്ടി അതിനെ ഉറപ്പിക്കണം. കാറ്റിനും വെള്ളത്തിനും എല്ലാം നശിച്ചു പോകാത്ത രീതിയിലുള്ള പരിപാലനം നമുക്ക് കൊടുക്കാൻ കഴിയണം. വാഴ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കീടങ്ങളുണ്ടാവും. കീടങ്ങൾ ആക്രമിക്കുന്നതിന് വേണ്ടി ജൈവ കീടനാശിനികൾ, അതുപോലെ തന്നെ ഗോഡോ മിശ്രിതം ഇങ്ങനെയുള്ളതെല്ലാം തെളിച്ച് വാഴയെ പരിപാലിക്കണം. അതാണ് വാഴക്കൃഷി താങ്കൾക്ക് ലാഭകരമാണ്? ലാഭകരം എന്ന് പറഞ്ഞാൽ ലാഭകരം തന്നെയാണ്. ശരാശരി ഒരു വാഴക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല വിലയുണ്ടെങ്കിൽ ഒരു 700 രൂപ വരെ നമുക്ക് കിട്ടും. അതിൻ്റെ ചിലവ് ഏകദേശം ഒരു 250-300 ഇടയിലാണ് എൻ്റെ ചിലവ് വരിക. അതുകൊണ്ട് തീർച്ചയായും ഈ പ്രകൃതിക്ഷോഭത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കൃത്യമായി വാഴ മുഴുവൻ കൊത്തിയെടുക്കാൻ കഴിയുമെങ്കിൽ നല്ല ലാഭകരം തന്നെയാണ്. ഈ വാഴക്കൃഷിയിൽ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ നേരിടാറുണ്ടോ? തീർച്ചയായിട്ടും വന്യമൃഗ ശല്യം ഉണ്ട്. എല്ലാ കൃഷി മേഖലയിലും വന്യമൃഗ ശല്യം നല്ലപോലെ നേരിടുന്നുണ്ട് കർഷകർക്ക്. അതുപോലെ തന്നെ വാഴയിലും ഈ പ്രാവശ്യം എങ്കിലും തന്നെ എന്നോട് ഒരു 10-25ഓളം വാഴ ഈ കാട്ടുപന്നി എന്ന പന്നികൾ നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അതിന് കൂടുതലുണ്ട്, ഈ പ്രാവശ്യം കുറച്ച് കുറവായിട്ടാണ് കാണുന്നത്. അതിന് ഒരു മാർഗവും ഇല്ല. കാരണം നമ്മൾ മറകൾ കെട്ടിയാലും വേരുകൾ കെട്ടിയാലും അതെല്ലാം പൊട്ടിച്ച് നമ്മളെ കൃഷിയെ ആക്രമിക്കുന്ന രീതി തന്നെയാണ് വന്നത്. നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് എല്ലാ ദിവസവും കൃഷിയിടങ്ങൾ സന്ദർശിക്കുകയും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ നശിപ്പിക്കാൻ ഗവൺമെൻറ് ഇതിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കതിനെ നേരിട്ട് കാണില്ലല്ലോ. രാത്രികളാണല്ലോ ഇതിൻ്റെ ആക്രമണം. അതിപ്പോൾ തന്നെയാണ് ഇപ്പോൾ കർഷകരുള്ളത്. സർക്കാരിൽ നിന്നെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ കൃഷിക്ക്? സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പഴയ കാലങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ 2019, 20, 21, 22 ഇങ്ങനെയുള്ള കാലയളവിൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ വലിയ രീതിയിലുള്ള സഹായങ്ങൾ പ്രോത്സാഹനം അതുപോലെ നിന്നുള്ള സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം 1500ഓളം വാഴ വെച്ചതാണ്. അതിൻ്റെ 1000ൽ വാഴയടക്കം പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. എല്ലാ വാഴക്കും ഇൻഷൂർ ചെയ്തതാണ്. ഞങ്ങൾ ഏറ്റവും പ്രയാസപ്പെടുന്നതും ഇതെല്ലാം ചെയ്യുന്നത് ഈ ഇൻഷൂർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻഷൂറിൻ്റെ തുകയും സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. അത് എനിക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കർഷകർക്കും നേരിടുന്നൊരു പ്രയാസമാണ്. അതിന് ഇങ്ങനെയുള്ള അഭിമുഖങ്ങളും കാര്യങ്ങളും ഉപയോഗപ്പെടുമെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തണം എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ പല കൃഷിയും ചെയ്യുന്നത് നിങ്ങൾ അവിടെ നിന്നും കടങ്ങൾ വാങ്ങി ലോൺ എടുക്കുമാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പം നേരിടുന്നുണ്ട്. എന്നാലും ഒരു ഉപജീവന മാർഗം എന്ന നിലയിൽ ഇത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ ഈ വാഴ കൃഷി തന്നെ തിരഞ്ഞെടുക്കുന്നത്. വാഴ കൃഷിക്ക് പുറമേ നമ്മൾ പച്ചക്കറി കൃഷിയും ചെയ്യുന്നു. പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ആവശ്യമായ ജൈവവളം ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ വീട്ടിന് ആവശ്യമായ പച്ചക്കറിയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കിട്ടുന്ന സർക്കാർ എന്ന നിലയിൽ ധനസഹായം കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയാണ് കർഷകർ ഇപ്പോഴുള്ളത്. അത് വേഗത്തിലാക്കേണ്ട നടപടികളാണ് നമ്മൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിമുഖത്തിലൂടെ നമുക്ക് ചെയ്ത് നിങ്ങളുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തണം. കർഷകരെ ഏത് സമയത്തും എല്ലാ സമയത്തും സഹായിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സർക്കാരിൽ നിന്ന് ഒരു വാഴയ്ക്ക് പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ലഭിക്കുന്ന തുക എത്ര? സർക്കാരിൽ നിന്ന് പ്രകൃതിക്ഷോഭത്തിന് കർഷകന് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഷൂർ ചെയ്ത ഒരു വാഴയ്ക്ക് സർക്കാർ എന്ന നിലയിൽ നമുക്ക് കർഷകന് നൽകേണ്ടതും 300 രൂപയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുന്നില്ലാന്ന്. പക്ഷേ പ്രകൃതിക്ഷോഭത്തിന് ഇൻഷൂർ ചെയ്യാതെ പ്രകൃതിക്ഷോഭത്തിന് 100 രൂപ ആണ് ലഭിക്കേണ്ടത്. ഒരു കൃഷി സീസണിൽ എത്ര വാഴകൾ വെക്കും? ഞാൻ കൃഷി വാഴ വെക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ 1600ഓളം വാഴ വെച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ 1200ഓളം വാഴകൾ ഇതിനടുത്ത് പ്രകൃതിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം വെച്ചത് ഒരു 600 വാഴയെ വെച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ധനസഹായം നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ വാഴ ഞാൻ അതിനോട് മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ഭാരിച്ച ഉത്തരവാദിത്ത ചെലവുകളുണ്ട് ഇതിന്. കാരണം എന്ന് വെച്ചാൽ ഇതിന് പണിയെടുക്കുന്നവർക്ക് നല്ല രീതിയിൽ കൂലി കൊടുക്കണം. മാസത്തിൽ ഒരു നല്ലൊരു പണി വരും. അതുപോലെ തന്നെ വളങ്ങളുടെ വില വർധനവ് ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്നാലും നമ്മൾ കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ഒരു കൃഷി എന്ന നിലയിൽ ഒരു തൊഴിലെന്ന നിലയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. സീസണിൽ ഏതെല്ലാം തരം വാഴകളെയാണ് കൃഷി ചെയ്യാറുള്ളത്? ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷി ചെയ്യുന്നത് അധികവും ഏത്തവാഴയാണ് കൃഷി ചെയ്യുന്നത്. ഏത്തക്കരയാണ് വാഴയാണ് ലാഭകരം. എന്നാൽ അതിന് കൂടാതെ സ്വന്തമായി ഉപയോഗിക്കാൻ ആവശ്യമായ പൂവൻ, അത് ഞാലിപ്പൂവൻ, ഇങ്ങനെയുള്ള ഒരു 2 തരം വാഴകൾ ഇതിന് പുറമേ ചെയ്യുന്നുണ്ട്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ പൂവൻ വാഴ എന്ന് പറഞ്ഞാൽ അതിനധികമായിട്ടുള്ള വളങ്ങളോ ജലസേചനമോ വേണ്ട. ഈ ഏത്തവാഴക്ക് ചെയ്യുന്ന പരിപാലനങ്ങളൊന്നും അല്ല. അത് ഇടവിള കൃഷിയായിട്ടും അതിൻ്റെ ഇതെല്ലായിട്ടാണ് അത് ചെയ്തു വരുന്നത്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മളങ്ങനെ ചെയ്യണ്ട. ഏത്തവാഴക്ക് ചെയ്യുന്ന മാസത്തിൽ ചെയ്യുന്ന വളങ്ങളോ വെള്ളങ്ങളോ അതിന് നൽകേണ്ടതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ കുറച്ചിനം വാഴകളെ കുറിച്ച് പറയുന്നു. ഏതെല്ലാം തരം വാഴകളുണ്ട്? വാഴകളെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ പറഞ്ഞു. സംഭവം എന്ന് പറഞ്ഞാൽ ഏത്തവാഴയാണ്. പിന്നെ മൈസൂർ വാഴ എന്ന് പറഞ്ഞാൽ പാളയംകോടൻ, ആ വാഴയുണ്ട്. അതുപോലെ തന്നെ പൂവൻ, നെയ്പ്പൂവൻ, ഇങ്ങനെയുള്ള ഒരു 3 തരം ഏത്തവാഴക്ക് പുറമെ ഒരു 3 തരം വാഴ ആണ് ഇപ്പോൾ നമ്മൾ നാട്ടിൻ പ്രദേശത്ത് നമ്മൾ ചെയ്തു വരുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനൊക്കെ നമ്മുടെ പറമ്പുകളിൽ നമ്മൾ നടുന്നുണ്ട്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ബാലൻ വല്യച്ഛന് നന്ദി പറയുന്നു.